എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ന്യൂസുകളൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ പുച്ഛം തോന്നുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എന്തല്ലേ, വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ വ്ളോഗർ പീഡിപ്പിച്ചു എന്നാണ് വാർത്ത. ഛേ, മറ്റുള്ള എത്രയോ നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന ബ്ലോഗർമാർക്ക് കൂടി ഇതുപോലെയുള്ള എന്താണ് പറയുന്നത്, ഡാഡി ഇല്ലാത്തവന്മാർ, അങ്ങനെ തന്നെ വിളിക്കണം, ഡാഡി ഇല്ലാത്തവന്മാർ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് കാരണം മറ്റുള്ള വ്ളോഗർമാർ കൂടി നാണക്കേടാണ്. ഇത് ആദ്യത്തെ കേസൊന്നും അല്ല ഈ വ്ളോഗർമാരുടേത്. നമ്മൾ പല വാർത്തകളും ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് കേട്ടല്ലോ അല്ലേ. വ്ളോഗർമാർക്ക് അഹങ്കാരം കൂടിപ്പോയി എന്ന് തോന്നുന്നു. കാരണം ചുറ്റും ആരാധകരൊക്കെ വന്നു തുടങ്ങിയപ്പോൾ യുവമാർക്കൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്നു. അതിൻ്റെ കുത്തലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു വാർത്ത കേൾക്കാം, നമ്മുടെ വ്ളോഗറുടെ പീഡനത്തിൻ്റെ കഥ. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വ്ളോഗർ അറസ്റ്റിൽ. വഴിക്കടവ് സ്വദേശി ചൈതല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വിപിൻ സി വിജയൻ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. വിപിൻ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. എങ്ങനെയാണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ? ജുനൈദാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 2 വർഷത്തോളം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ച വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറത്തെ ലോഡ്ജിലും മറ്റ് പല ഭാഗങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് മലപ്പുറം പോലീസിന്റെ അടുക്കൽ പെൺകുട്ടി പരാതിയുമായി എത്തുന്നത്. പോലീസിന്റെ അന്വേഷണ സമയത്ത് ഇവിടെ നിന്നും നാട്ടിൽ നിന്ന് കടന്നു കളയാനുള്ള ശ്രമം നടത്തി, വിദേശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തി. അങ്ങനെയാണ് മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിലെ എയർപോർട്ടിന് പരിസരത്ത് വെച്ച ബ്ലോഗർ ജുനൈദിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി മലപ്പുറത്തെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പിടിപ്പിച്ചായിരുന്നു. അപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഇപ്പോൾ. മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ണി കണ്ടവന്മാരെയൊക്കെ കാണുമ്പോൾ, ഇവന്മാരുടെയൊക്കെ പുറമേയുള്ള സൗന്ദര്യവും കളിയും ചിരിയൊക്കെ കാണുമ്പോൾ ഇവളുമാരെന്തിനാണ് ഇതിനൊക്കെ നിന്ന് കൊടുക്കുന്നത്? എന്തായാലും ഇവൻ ചെയ്തത് വെറും തെണ്ടിത്തരമാണ്. ഇവന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്നതിൻ്റെ ഇതൊക്കെയാണ് ഇവൻ കാണിച്ചത്. എന്നാൽ അവൾ കാണിച്ചതോ? അതിനെ ന്യായീകരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇവന്മാർ വിളിക്കുന്നിടത്തൊക്കെ ഈ പെമ്പിള്ളേർ എന്തിനാണ് ഇറങ്ങിച്ചെല്ലുന്നത്? അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇവളുമാരെന്തിനാണ് ഇറങ്ങിച്ചെല്ലേണ്ട കാര്യങ്ങൾ? ഇവളുമാരുടെ വീട്ടിൻ്റെ ഉത്തരത്തിൻ്റെ മണ്ടയിൽ കൂടെ തൂങ്ങിയിറങ്ങി, മീശമാധവൻ സിനിമയിൽ നമ്മുടെ ദിലീപ് തൂങ്ങിയിറങ്ങുന്നത് കണക്ക് തൂങ്ങിയിറങ്ങി വന്നിട്ടൊന്നും അല്ലല്ലോ ഇവനൊക്കെ ഈ കൃത്യം ചെയ്തിട്ട് പോയത്. ഇവളുമാർ വിളിക്കുന്നിടത്തൊക്കെ വാലും ജയിലും ഇല്ലാതെ ചെന്ന് കൊടുത്തിട്ടല്ലേ. അതിനുശേഷം പീഡന ദൃശ്യങ്ങൾ പകർത്തി, നഗ്ന ദൃശ്യങ്ങൾ പകർത്തി, എന്തുവാടെ ഇതൊക്കെ? ഡെയിലി ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരുന്നിട്ട് പോലും ഈ പെമ്പിള്ളേരൊന്നും പഠിക്കുന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, വിനാശകാലേ വിപരീത ബുദ്ധി. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് ഇത്തിരി അഹങ്കാരം തലയ്ക്ക് മീതെ നിൽക്കുകയാണ്. എല്ലാവരുടെയും കാര്യമല്ല, കുറച്ച് പേരുടെയെങ്കിലും കാര്യം. 100 പേരിൽ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 70% പെൺകുട്ടികളെങ്കിലും ഉണ്ടല്ലോ ഇപ്പോൾ ഏതാണ്ടൊക്കെ ആരെയും വകവയ്ക്കാത്ത രീതിയിലൊക്കെയുള്ള രീതി തന്നെയാണ് അവരെയൊക്കെ നടത്തുകൾ. കാരണം അവരെയൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വീട്ടുകാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഈ പെൺകുട്ടികളെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാരൻസിന് പോലും ഒന്നും തല്ലിക്കൂടല്ലോ, വഴക്ക് പറഞ്ഞുകൂടാ, തല്ലിക്കൂടാ, ഒന്നും ചെയ്തുകൂടാ. അപ്പോൾ പിന്നെ അങ്ങനെയല്ലേ വരൂ. പണ്ട് കാലത്ത് നല്ല വൃത്തിയായിട്ട് നല്ല വടി കൊടുത്ത് നല്ല അടി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് പാരൻസിനെ, കുട്ടികൾക്കൊക്കെ ഭയം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറി. അതിൻ്റേതായിട്ടുള്ള കേടുകൾ ദേ ഈ കാണാനും ഉണ്ട്. ഇനി നമുക്ക് ബാക്കി കൂടി കേൾക്കാം. ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പരിചയപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് അർത്ഥത്തിലാണ്, എന്ത് വിശ്വാസത്തിലാണ് പലപ്പോഴും പെൺകുട്ടികൾ ഇവരെ പ്രണയിക്കുന്നതെന്നോ. ചില കോടതി വിധികളിൽ പറയുന്നത് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ഒരു വാദം നിലനിൽക്കില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വന്ന ഒരു കോടതി വിധിയിൽ പറയുന്നത് വിവാഹിതർക്ക് അത് ബാധകമേ അല്ല ഈ വിവാഹ വാഗ്ദാനം നൽകി. അപ്പൊ ഈ വിവാഹ വാഗ്ദാനം നൽകി ആ കാര്യത്തിൽ എനിക്ക് പറയുന്ന പോലെ ആ കോടതിയുടെ നിലപാടിനോടാണ്. വിവാഹ വാഗ്ദാനം അല്ല, എന്ത് വാഗ്ദാനം നൽകിയാലും നമ്മൾ ഒരു നമ്മുടെ ഒരു സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളത് ശരിയാണ്. മാത്രമല്ല, ഒരു പരിചയമില്ലാത്ത ആളെ പിന്നെ ഇൻസ്റ്റഗ്രാം വഴി പരിചയമില്ല, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല, ഒന്നും അറിയാനൊക്കെ എന്ത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി
പുറപ്പെടുന്നത് എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, ഏത് രീതിയിലാണ് ഇത് നടന്നിട്ടുള്ളത്. അല്ല, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കേസിന്റെ കാര്യം അല്ല പറഞ്ഞു. പൊതുവെ നമ്മൾ അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഈ പെൺപിള്ളേർ എന്തിനാണ് യുവമാർ വിളിക്കുന്നിടത്ത് പോകുന്നത്? അതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള തെറ്റുകൾ വരുമ്പോൾ ആണുങ്ങളെ മാത്രം ശിക്ഷിക്കുന്നതാണ് ഈ പെൺപിള്ളേർക്ക് എല്ലാത്തിനുമുള്ള ഏളുതരം എന്ന് പറയുന്നത്. ഇവന്മാർ വിളിക്കുന്നിടത്തൊക്കെ വിവാഹ വാഗ്ദാനം, ഇപ്പോൾ ഒരാൾക്ക് വിവാഹ വാഗ്ദാനം എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറയുന്ന ആ ഒരു വെറും ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പയ്യൻ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും അവളുമാരുടെ കൂടി നല്ല തല്ല് കൊടുക്കാത്തതിൻ്റെ കുഴപ്പം തന്നെയാണ് ഇവളുമാർക്ക് കിട്ടുന്നത്. ഈ പെൺപിള്ളേർ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്ന് തിരക്കാത്ത പാരൻസിനെ കൂടി പറയണം. അവരെയും പറയാതിരിക്കാനൊന്നും നിവൃത്തിയില്ല. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ് പാരൻസ് എന്ന് പറയുന്നത്. ഒരു പരിധിവരെ അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വീട്ടുകാരുടെയൊക്കെ എന്താണ് കാർമ്മികത്വത്തിൽ പരസ്പരം മോതിരം കൈമാറി അല്ലെങ്കിൽ ജാതകം കൈമാറി വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ പിന്നും ആ പയ്യൻ്റെ കൂടെ പുറത്തേക്കൊക്കെ പോയി എന്ന് പറഞ്ഞാൽ കുറ്റം പറയാനില്ല. പക്ഷേ അതേസമയം ഒന്നുമില്ലാത്ത അങ്ങനെ ഒന്നും സംഭവിക്കാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ വെച്ച് കണ്ടതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രം ഒരു യുവാവിൻ്റെ കൂടെ ഇറങ്ങിപ്പോവാൻ ധൈര്യം കാണിക്കുന്ന അവൾക്കും വേണം ശിക്ഷ കൊടുക്കേണ്ടത്. അവനെ മാത്രം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവാനാണ്? മനഃപൂർവ്വം ചെന്ന് കയറി കൊടുത്തതല്ലേ, അല്ലാതെ വീട് കുത്തിത്തൊരൊന്നും കയറി ചെന്നതൊന്നും അല്ലല്ലോ. അപ്പോൾ രണ്ട് പേർക്കും ഇതിനുള്ള ശിക്ഷ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെ മറ്റൊരു വിഷയവുമായിട്ട് വരാം. എല്ലാവർക്കും ബൈ.